ഈശോ മിശിഹായിൽ ഏറ്റവും അധികം സ്നേഹിക്കപ്പെടുന്ന മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, മനുഷ്യ ജീവിതത്തിൽ ഏറ്റവും ഉറപ്പുള്ള യാഥാർത്ഥ്യം മരണം എന്ന യാഥാർത്ഥ്യമാണെന്ന് നമ്മൾ ഒത്തിരി കേട്ടിട്ടുള്ളതാണ്. മരണം പോലെ തന്നെ ജീവിതത്തിൽ ഉറപ്പുള്ള മറ്റൊരു യാഥാർത്ഥ്യമാണ് പ്രലോഭനങ്ങളും പരീക്ഷണങ്ങളും. മനുഷ്യനാണോ മരിക്കുന്നത് വരെയും പൈശാചിക പ്രലോഭനങ്ങളെയും പരീക്ഷണങ്ങളെയും നമ്മൾ നേരിടേണ്ടതായിട്ടുണ്ട്. ഈശോ തന്നെ പറയുന്നു, പ്രലോഭനങ്ങൾ ഉണ്ടാകേണ്ടതാണ്, പ്രലോഭനങ്ങൾ ഉണ്ടാകേണ്ടതാണ്. വിശുദ്ധ മത്തായി ശ്ലീഹായുടെ സുവിശേഷം 18-ാം അധ്യായം 7-ാം വാക്യത്തിൽ നമ്മളത് വായിക്കുന്നു. ആത്മീയ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്ന, വിശുദ്ധ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്ന, പരിശ്രമിക്കുന്ന ഏതൊരാളുടെ ജീവിതത്തിലും തീർച്ചയായും പ്രലോഭനങ്ങൾ ധാരാളമായി കടന്നു വരും എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഒരു സാധാരണ മനുഷ്യന്, സാധാരണ ജീവിതം നയിക്കുന്ന വ്യക്തിക്ക് ജീവിതത്തിൽ ഫേസ് ചെയ്യേണ്ടി വരുന്ന, അഭിമുഖീകരിക്കേണ്ടി വരുന്ന പ്രലോഭനങ്ങളെക്കാൾ വളരെ കൂടുതലായിരിക്കും ആധ്യാത്മിക ജീവിതം അല്ലെങ്കിൽ ശുശ്രൂഷ ജീവിതം നയിക്കാൻ ശ്രമിക്കുന്ന, വിശുദ്ധ ജീവിതത്തിന് വേണ്ടി പരിശ്രമിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പ്രലോഭനങ്ങളെ നേരിടേണ്ടതായിട്ട് വരിക. നമ്മൾ പ്രഭാഷകന്റെ പുസ്തകം 2-ാം അധ്യായം 1-ാം വാക്യത്തിൽ വായിക്കുന്നുണ്ട്, മകനെ, കർത്തൃ ശുശ്രൂഷയ്ക്ക് ഒരുമ്പിടുമ്പോൾ പ്രലോഭനങ്ങളെ നേരിടാൻ ഒരുങ്ങിയിരിക്കുക. മകനെ, കർത്തൃ ശുശ്രൂഷയ്ക്ക് ഒരുമ്പിടുമ്പോൾ പ്രലോഭനങ്ങളെ നേരിടാൻ ഒരുങ്ങിയിരിക്കുക. ഇതൊരു വലിയ ആത്മീയ യാഥാർത്ഥ്യമാണ്. ഏതൊരു ക്രിസ്ത്യാനിയും യുദ്ധഭൂമിയിലാണ് എന്നത് ഒരു പച്ച പരമാർത്ഥം. പിശാച് എന്ന ശത്രുവിനെതിരെ ആത്മീയ സമരത്തിലും യുദ്ധത്തിലുമാണ് എല്ലാവരും. എഫേസ്യർക്കാർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 12-ാം വാക്യത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്, മാംസത്തിനും രക്തത്തിനും എതിരായിട്ടല്ല, പ്രഭുത്വങ്ങൾക്കും ആധിപത്യങ്ങൾക്കും ഈ അന്ധകാര ലോകത്തിൻ്റെ അധീശന്മാർക്കും സ്വർഗീയ ഇടങ്ങളിൽ വസിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കൾക്കും എതിരായിട്ടാണ് നമ്മൾ പടവെട്ടുന്നത്. ശരിക്കും ഇതൊരു പടവെട്ടൽ തന്നെയാണ്, ആത്മീയ സമരമാണ്, ആത്മീയ പോരാട്ടമാണ്. ഭൂമിയിലെ ക്രൈസ്തവ ജീവിതം ശരിക്കും ഒരു യുദ്ധഭൂമി തന്നെയാണ്. ഇവിടെ ശത്രു പിശാചാണ്, പിശാച് മാത്രമാണ്. നമുക്ക് ഈ ലോകത്ത് വേറെ ആരും തന്നെ ശത്രുക്കളായി ഇല്ല. ക്രിസ്ത്യാനികൾക്ക് വേറെ ആരും ശത്രുക്കളായില്ല. ഏത് മതത്തിൽപ്പെട്ടവരാണെങ്കിലും, ഏത് പാർട്ടിയിൽപ്പെട്ടവരാണെങ്കിലും, ഏത് വർഗവർണ്ണ വിഭാഗത്തിൽപ്പെട്ടവരാണെങ്കിലും, മറ്റേത് രാജ്യത്തിൽപ്പെട്ടവരാണെങ്കിലും ക്രിസ്ത്യാനിക്ക് ഒരേ ഒരു ശത്രുവേ ഉള്ളൂ, അത് പിശാച് എന്ന ശത്രു മാത്രമാണ്. മനുഷ്യരാരും നമ്മുടെ ശത്രുക്കളല്ല. മനുഷ്യരാരും, ഏത് വിഭാഗത്തിൽപ്പെട്ടവരാണെങ്കിലും മനുഷ്യരാരും നമ്മുടെ ശത്രുക്കളല്ല. പിശാച് മാത്രമാണ് ശത്രു. പിശാച് ആണ് ശത്രുവെന്ന തിരിച്ചറിവാണ് ഒന്നാമത് നമുക്കുണ്ടാകേണ്ടത്. ശത്രു സാത്താനാണ്, ശത്രു പിശാചാണ് എന്ന ഒരു തിരിച്ചറിവ് തീർച്ചയായിട്ടും നമുക്കുണ്ടാകണം. അല്ലെങ്കിൽ നമ്മുടെ യുദ്ധം വായുവിൽ മുഷ്ടിപ്രയോഗം നടത്തും പോലെ അബദ്ധമായി മാറും. ശത്രു പിശാചാണെന്ന് തിരിച്ചറിവുണ്ടാകുമ്പോൾ പിശാചിനെതിരെ ഉപയോഗിക്കുന്ന ആയുധങ്ങൾ, അത് മനുഷ്യർക്കെതിരെ ഉപയോഗിക്കുന്ന പോലെയുള്ള ആയുധങ്ങൾ ഒരിക്കലും അല്ല. അല്ലെങ്കിൽ ഭൗതികമായി ഒരു ശത്രുവിനെ നേരിടേണ്ടി വരുമ്പോൾ ഉപയോഗിക്കുന്ന ആയുധങ്ങളല്ല പിശാചിനെ നേരിടേണ്ടി വരുമ്പോൾ ഉപയോഗിക്കേണ്ടത് എന്ന് വ്യക്തമാണ്. നമുക്ക് തന്നെ ചിന്തിച്ചാൽ അറിയാം, നമ്മളൊരു പട്ടി നമ്മളെ കടിക്കാൻ വന്നാൽ എങ്ങനെയാണോ നമ്മൾ പ്രത്യാക്രമണം നടത്തുക അല്ലെങ്കിൽ അതിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുക, അതുപോലെയല്ല ഒരു കള്ളൻ വീട്ടിൽ കയറി ആക്രമിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു മനുഷ്യ വ്യക്തി നമ്മളെ ആക്രമിക്കുമ്പോൾ രണ്ടും തമ്മിൽ കാര്യമായ വ്യത്യാസങ്ങളുണ്ട്. ഇനി ഒരു കള്ളൻ വീട്ടിൽ കക്കാൻ കയറുമ്പോൾ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നൊരു കള്ളൻ, ആ കള്ളനെ പ്രത്യാക്രമണം നമ്മൾ നടത്തുന്ന വിധത്തിലായിരിക്കില്ല ഒരു രാജ്യം തന്നെ യുദ്ധത്തിന് വരുമ്പോൾ. ഇപ്പോൾ ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ യുദ്ധത്തിന് വരുമ്പോൾ ഒരു കള്ളനെ ഓടിപ്പിക്കും പോലെ ഉള്ള കാര്യമല്ല ഒരു രാജ്യം യുദ്ധത്തിന് വന്നാൽ അതിനെതിരെ യുദ്ധം ചെയ്യേണ്ട രീതി. ശത്രുവിൻ്റെ വലുപ്പം അനുസരിച്ചും ശത്രുവിൻ്റെ കരുത്തനുസരിച്ചും ശത്രുവിൻ്റെ നൈപുണ്യം അനുസരിച്ചും യുദ്ധരീതികളിലും വ്യത്യാസം വരുത്തേണ്ടി വരും. ഇപ്പോൾ ഇന്ത്യ മഹാരാജ്യത്തിനെതിരെ ഒരു ശത്രു രാജ്യം യുദ്ധത്തിന് വരുമ്പോൾ എല്ലാ രാജ്യങ്ങളെയും ഒരേപോലെയല്ല നേരിടേണ്ടത്. ഇപ്പോൾ ശ്രീലങ്കയാണ് യുദ്ധത്തിന്, ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ, ശ്രീലങ്ക യുദ്ധത്തിന് വരുമ്പോൾ എതിരിടേണ്ട വിധത്തിലാകണമെന്നില്ല അമേരിക്കയാണ് നമുക്കെതിരെ യുദ്ധത്തിന് വരുന്നതെങ്കിൽ നമ്മൾ എതിരിടേണ്ടത്. അതിന് വ്യത്യാസമുണ്ട്. കാരണം ശത്രുവിൻ്റെ ശക്തി അനുസരിച്ച്, ശത്രുവിൻ്റെ കരുത്തനുസരിച്ച്
യുദ്ധരീതിയിലും വ്യത്യാസം വരുത്തേണ്ടി വരും. യുദ്ധ നൈപുണ്യം അല്ലെങ്കിൽ യുദ്ധത്തിൽ നമ്മൾ അവലംബിക്കേണ്ട മാർഗങ്ങളിലും വ്യത്യാസം വരുത്തേണ്ടതായിട്ട് വരും. അങ്ങനെയാണെങ്കിൽ ശത്രു പിശാചാണെന്നും നമുക്കെതിരെ പ്രവർത്തിക്കുന്ന രാജ്യം നരകരാജ്യമാണെന്നുമുള്ള ഉറച്ച ബോധ്യമാണ് ഒന്നാമത് നമുക്കുണ്ടാകേണ്ടത്. അതുണ്ടെങ്കിലേ എടുക്കേണ്ട ആയുധം ഏതാണ്, ഉപയോഗിക്കേണ്ട രീതി എന്താണ്, പ്രയോഗിക്കേണ്ട ശൈലി ഏതാണ് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ പ്രത്യേകം ഓർത്തിരിക്കുക, നമുക്കൊരു ശത്രുവുണ്ട്, ഒരേ ഒരു ശത്രുവേ ഉള്ളൂ, അത് പിശാചാണ് അഥവാ പിശാചുക്കളാണ്. അതിനെതിരെയുള്ള നിരന്തര സമരത്തിലും നിരന്തര യുദ്ധത്തിലുമാണ്. പിശാച് നമ്മളെ പല രീതിയിൽ ഉപദ്രവിക്കാം, ആക്രമിക്കാം. ഇതിനെ എക്സോർസിസം ശുശ്രൂഷകൾ നടത്തുന്നവർ വിവിധ രീതിയിൽ ക്ലാസിഫൈ ചെയ്യാറുണ്ട്. പൊതുവായിട്ട് ഇങ്ങനെ പറയും, സാധാരണ ഉപദ്രവങ്ങൾ, അസാധാരണ ഉപദ്രവങ്ങൾ എന്നിങ്ങനെ രണ്ടായി പൊതുവേ പറഞ്ഞാൽ അങ്ങനെ തിരിക്കും. സാധാരണ ഉപദ്രവങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രലോഭനങ്ങളാണ്. നമുക്കിപ്പോൾ അതേക്കുറിച്ചൊന്ന് ചിന്തിക്കാം. പ്രലോഭനങ്ങൾ ഏറ്റവും കൂടുതൽ നമ്മൾ കരുതൽ കാണിക്കേണ്ടതും ഈ സാധാരണ ഉപദ്രവത്തെയാണ്. പ്രലോഭനങ്ങൾ എന്ന ഉപദ്രവത്തെയാണ്, പിശാചിൻ്റെ ഉപദ്രവത്തെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ കരുതൽ കാണിക്കേണ്ടത്. കാരണം മനുഷ്യ ജീവിതത്തിൽ മരിക്കുന്ന സമയം വരെയും പൈശാചിക പ്രലോഭനങ്ങളും പൈശാചികമായ ഉപദ്രവങ്ങളും നേരിടേണ്ടതുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യം. ഈശോ പോലും, സാക്ഷാൽ ദൈവപുത്രനായ ക്രിസ്തു പോലും പരീക്ഷണങ്ങളെ, പ്രലോഭനങ്ങളെ നേരിട്ടതായി വിശുദ്ധ ഗ്രന്ഥത്തിൽ, സുവിശേഷങ്ങളിൽ നമ്മൾ വായിക്കുന്നു. ലേഖനഭാഗങ്ങളിലും ഇതേക്കുറിച്ചുള്ള പരാമർശങ്ങൾ നടത്തിക്കൊണ്ട് അപ്പസ്തോലന്മാർ നമ്മൾ ഉപയോഗിക്കേണ്ട ആയുധങ്ങളെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ഈശോ പോലും, ദൈവപുത്രൻ പോലും ഭൂമിയിൽ വെച്ച് പ്രലോഭനങ്ങൾ നേരിടേണ്ടി വന്നു, അല്ലെങ്കിൽ അതിനെ എതിർക്കേണ്ടി വന്നു, അഥവാ പരീക്ഷണങ്ങളെ നേരിടേണ്ടി വന്നു, എതിർക്കേണ്ടി വന്നു. കുറച്ചുകൂടെ കൃത്യമായിട്ട് പറഞ്ഞാൽ ദൈവപുത്രൻ പ്രലോഭനങ്ങളെ നേരിട്ടു അല്ലെങ്കിൽ പരീക്ഷണങ്ങളെ നേരിട്ടു എന്നതിനേക്കാൾ ഒരുപക്ഷെ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ പ്രലോഭനങ്ങൾ, പരീക്ഷണങ്ങൾ നേരിട്ടത് ഈശോ തന്നെ ആകാനാണ് സാധ്യത. കാരണം യോഹന്നാൻ്റെ ഒന്നാം അധ്യായത്തിൽ നമ്മൾ ഇപ്രകാരം, 8-ാം വാക്യത്തിൽ ഇപ്രകാരം നമ്മളൊരു വാക്യം നമ്മളിങ്ങനെ വായിക്കുന്നു: പിശാചിൻ്റെ പ്രവർത്തികളെ നശിപ്പിക്കാൻ വേണ്ടിയാണ് ദൈവപുത്രൻ പ്രത്യക്ഷനായത്. പിശാചിൻ്റെ പ്രവർത്തികളെ നശിപ്പിക്കാൻ വന്ന ദൈവപുത്രനെ ഏത് തരത്തിലും ആ പ്രവൃത്തിയിൽ നിന്ന് പിന്തിരിപ്പിക്കേണ്ടത് പിശാചിൻ്റെ ആവശ്യമാണ്. സ്വാഭാവികമായും ഏറ്റവും കൂടുതൽ പ്രലോഭനമായും പരീക്ഷണമായും യേശുവിനെ ശല്യം ചെയ്തിട്ടുണ്ടാവുക, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഈ പ്രലോഭനവും ശല്യവും നേരിട്ടുണ്ടാവുക ഈശോ തന്നെയാണ് എന്ന് നമുക്ക് ആ വിധത്തിൽ ന്യായമായി അനുമാനിക്കാൻ സാധിക്കും. എന്നാൽ എങ്ങനെയാണ് പരീക്ഷണങ്ങളെ അതിജീവിക്കേണ്ടത്? പൈശാചിക പരീക്ഷണങ്ങളെ, പൈശാചിക പ്രലോഭനങ്ങളെ എങ്ങനെയാണ് അതിജീവിക്കേണ്ടതെന്ന് ഈശോ തന്നെ നമ്മളെ മാതൃക നൽകി പഠിപ്പിച്ചു തരുന്നു. ഈശോ അത് കേവലം വാക്കുകളിലൂടെ പഠിപ്പിക്കുകയല്ല, സ്വന്തം ജീവിതത്തിലൂടെ തന്നെ ഈശോ പഠിപ്പിച്ചു തരികയാണ്. എങ്ങനെയാണ് പരീക്ഷണങ്ങൾ, പൈശാചിക പരീക്ഷണങ്ങൾ മനുഷ്യജീവിതത്തിൽ അനിവാര്യമായൊരു യാഥാർത്ഥ്യമാണെന്നും പൈശാചിക പ്രലോഭനങ്ങൾ ജീവിതത്തിൻ്റെ മരണനിമിഷം വരെയും നമ്മൾ നേരിടേണ്ടതുണ്ടെന്നും ഈശോ അത് വ്യക്തമായി പറഞ്ഞു തരുന്നു. പ്രലോഭനങ്ങൾ ഉണ്ടാകേണ്ടതാണ്. മത്തായി 18:7 പ്രലോഭനങ്ങൾ ഉണ്ടാകേണ്ടതാണെന്ന് അസന്നിഗ്ധമായി തന്നെ പറഞ്ഞ് ഈശോ പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ ഈശോ എങ്ങനെയാണ് ഇതിനെ അതിജീവിക്കേണ്ടതെന്ന് ജീവിതം കൊണ്ട് നമ്മളെ പഠിപ്പിക്കുന്നു. അത് നമ്മൾ മത്തായി ശ്ലീഹായുടെ സുവിശേഷം 4-ാം അധ്യായത്തിലാണ് യേശു നേരിടുന്ന പൈശാചിക പ്രലോഭനങ്ങളെ കുറിച്ച് കാണുക. അവിടെ നമ്മൾ കാണുന്നു, ഈശോ ജ്ഞാനസ്നാനം സ്വീകരിച്ചതിന് ശേഷം പരിശുദ്ധാത്മാവ് ഈശോയെ പിശാചിനാൽ പരീക്ഷിക്കപ്പെടുന്നതിന് വേണ്ടി മരുഭൂമിയിലേക്ക് നയിച്ചു എന്ന് വചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അങ്ങനെ 40 ദിനരാത്രങ്ങൾ ഈശോ ഉപവാസത്തിലും പ്രാർത്ഥനയിലും അവിടെ ചെലവഴിച്ചു. സത്യത്തിൽ ഈ പിശാച് യേശുവിനെ പരീക്ഷിക്കുകയും പ്രലോഭിപ്പിക്കുകയും ചെയ്യുമ്പോൾ ഒരിക്കൽ പോലും പിശാച് വിജയിച്ചിട്ടില്ല. വിവിധ രീതിയിൽ, വിവിധ രൂപത്തിൽ, വിവിധ ഭാവത്തിൽ, വിവിധ വേഷങ്ങളിൽ, പല രൂപത്തിലും ഭാവത്തിലും വേഷത്തിലും ഈശോയുടെ അടുത്തേക്ക് പിശാച് വരുന്നത് കിണഞ്ഞു പരിശ്രമിക്കുന്നുണ്ട്. ഈശോ ദൈവഹിതം നിറവേറ്റുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടി, പിതാവിൻ്റെ ഹിതം നിറവേറ്റുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടി. പക്ഷെ എങ്ങനെയെല്ലാം പരിശ്രമിച്ചിട്ടും ഒരു നിമിഷാർദ്ധ നേരത്തേക്ക് പോലും പിശാചിന് വിജയിക്കാൻ സാധിച്ചില്ല. അതെങ്ങനെയാണെന്ന് ഈശോയുടെ ജീവിതം ധ്യാനിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. ആ ആയുധം, യേശു എടുത്ത് ഉപയോഗിച്ച അതേ ആയുധം തന്നെ നമ്മളും എടുത്ത് ഉപയോഗിച്ചാൽ പിശാചിനെ തോൽപ്പിക്കാൻ നിഷ്പ്രയാസം സാധിക്കും. അഥവാ ആ ആയുധങ്ങളിലൂടെ മാത്രമേ പിശാചിനെ തോൽപ്പിക്കാൻ സാധിക്കും. ഇവിടെ ഈ മരുഭൂമിയിലെ പ്രലോഭന വേളയിൽ ഈശോ എങ്ങനെയാണ് പിശാചിൻ്റെ പ്രലോഭനത്തെ അതിജീവിച്ചത്? ഇവിടെ ഈ വചനഭാഗത്ത് നമ്മൾ കാണുന്നു, പ്രധാനമായും 3 ആയുധങ്ങളാണ് ഈശോ ഉപയോഗിച്ചത്. 1 ഉപവാസം എന്ന ആയുധം, 2 പ്രാർത്ഥന എന്ന ആയുധം, 3 വചനം എന്ന ആയുധം. പ്രാർത്ഥന, ഉപവാസം, വചനം, 3 ആയുധങ്ങൾ ഉപയോഗിച്ച് പിശാചിൻ്റെ പ്രലോഭനങ്ങളെ, പരീക്ഷണങ്ങളെ ഈശോ നിർവീര്യമാക്കുന്നു. പ്രലോഭനങ്ങളെയും പരീക്ഷണങ്ങളെയും ഈശോ നിർവീര്യമാക്കുന്നു.
പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഈ 3 ആയുധങ്ങളെക്കുറിച്ച് നമുക്കൊന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം. അതിനു മുമ്പ് നമ്മൾ തിരിച്ചറിയേണ്ട മറ്റൊരു കാര്യം, നമ്മൾ പരീക്ഷണങ്ങൾ നേരിടുമ്പോൾ, പ്രലോഭനങ്ങൾ നേരിടുമ്പോൾ നമ്മൾ ഈശോയുടെ കൃപയിൽ ആശ്രയിക്കണമെന്നും ഈശോയിൽ നിന്ന് കൃപ സ്വീകരിക്കണമെന്നും അങ്ങനെ ശക്തി പ്രാപിക്കണമെന്നും അങ്ങനെ പിശാചിനെ തോൽപ്പിക്കണമെന്നും ഈശോ ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി തന്നെയാണ് ഈശോ ഈ മാതൃക നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുന്നത്. ദൈവപിതാവിനെ ആശ്രയിച്ച് ശക്തി സ്വീകരിച്ച് പിശാചിൻ്റെ പ്രവർത്തനങ്ങളെ നിർവീര്യമാക്കിയ ഈശോ തൻ്റെ ജീവിതത്തിലൂടെ നമുക്ക് മാതൃക നൽകുകയാണ്. നമ്മൾ ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 18-ാം വാക്യത്തിൽ, ഹെബ്രായർക്കുള്ള ലേഖനം 2-ാം അധ്യായം 18-ാം വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, അവൻ പീഡ സഹിക്കുകയും പരീക്ഷിക്കപ്പെടുകയും ചെയ്തതുകൊണ്ട് പരീക്ഷിക്കപ്പെടുന്നവരെ സഹായിക്കാൻ അവന് സാധിക്കും. അത് ഈശോ എല്ലാ തരത്തിലുള്ള പരീക്ഷണങ്ങളിലൂടെയും പ്രലോഭനങ്ങളിലൂടെയും ഈശോ കടന്നുപോയി. അതുകൊണ്ട് നമ്മുടെ എല്ലാ പ്രലോഭനങ്ങളും പരീക്ഷണങ്ങളും നമ്മൾ നേരിടുന്ന പൈശാചിക പരീക്ഷണങ്ങളൊക്കെ ഈശോയ്ക്ക് വളരെ വ്യക്തമായും മനസ്സിലാക്കാൻ ദൈവപുത്രനാണ് എന്നതുകൊണ്ട് മാത്രമല്ല, ഈശോ അതിലൂടെയൊക്കെ കടന്നു പോയത് കൊണ്ട് തന്നെ അതിൻ്റെ ആഴത്തിൽ തന്നെ ദൈവപുത്രനെ ഈശോയ്ക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതിൻ്റെ വെളിച്ചത്തിൽ ഈശോ തന്നെ ഇതാ നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുന്ന ഈ 3 ആയുധങ്ങളെ നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം. പ്രാർത്ഥന, ഉപവാസം, വചനം, 3 ആയുധങ്ങൾ. പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥനയെക്കുറിച്ച് നമുക്കൊന്ന് ചിന്തിക്കാം. സത്യത്തിൽ ഈശോയെ നോക്കുമ്പോൾ നമ്മൾ അത്ഭുതപ്പെടുന്ന ഒരു യാഥാർത്ഥ്യമാണ് ഈശോയുടെ പ്രാർത്ഥനാ ജീവിതം. യേശുവിൻ്റെ പ്രാർത്ഥനാ ജീവിതമാണ് നമ്മളെ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തുന്ന ഒരു യാഥാർത്ഥ്യം. കാരണം നമുക്കിങ്ങനെ ചിന്തിക്കാം, ഈശോ യുഗയുഗാന്തരങ്ങളായുള്ള മനുഷ്യവംശത്തിൻ്റെ കാത്തിരിപ്പിനൊടുവിൽ ഭൂമിയിൽ പിറന്ന ദൈവപുത്രനാണ്, ദൈവമാണ്. വചനത്തിൻ്റെ മാംസരൂപം ദൈവപുത്രൻ, പരിശുദ്ധ ത്രിത്വത്തിലെ 2ാമത്തെ ആൾ ദൈവം. ഇതാ ഒരുപാട് നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ, പ്രതീക്ഷയ്ക്കൊടുവിൽ ഈ ഭൂമിയിൽ ജനിച്ചവനാണ്, അല്ലെങ്കിൽ ഈ ഭൂമിയിൽ മനുഷ്യനായി അവതരിച്ചവനാണ് ഈശോ. അപ്പോൾ യഹൂദരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കാഴ്ചപ്പാടിൽ അവരെ എല്ലാ തരത്തിലുള്ള അടിമത്തങ്ങളിൽ നിന്നും, പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയ സ്വാതന്ത്ര്യമാണ് അവർ സ്വപ്നം കണ്ടത്. ഇപ്പോൾ രാഷ്ട്രീയപരമായി നിലവിലുള്ള അടിമത്തങ്ങളിൽ നിന്നൊക്കെ തങ്ങളെ സ്വതന്ത്രമാക്കുന്ന ഒരു വീരയോദ്ധാവിനെ അഥവാ രക്ഷിക്കുന്നവനെ സ്വപ്നം കണ്ട് കാത്തിരിക്കുകയായിരുന്നു യഹൂദ ജനത. ഇനി ലോകം മുഴുവനും ഒരു രക്ഷകനെ പ്രതീക്ഷിച്ചതും സ്വപ്നം കണ്ടതും ലോകത്ത് നീതി നടപ്പാക്കുന്ന, എല്ലാവർക്കും ഒരേപോലെ തുല്യനീതി നടപ്പാക്കുന്ന ഒരു രക്ഷകനെ കുറിച്ചാണ് ലോക ജനത മുഴുവനും സ്വപ്നം കണ്ടത്. അത് ഈ രക്ഷകനെക്കുറിച്ചുള്ള ചിന്തയും സ്വപ്നങ്ങളും പ്രതീക്ഷകളും ഒക്കെ എല്ലാ സംസ്കാരങ്ങളിലും മതങ്ങളിലും എല്ലാ കാലഘട്ടങ്ങളിലും ഉണ്ടായിരുന്ന ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ അത് കാരണം ദൈവം തന്നെ ഈ ഒരു ചിന്ത, ഒരു സ്വപ്നം, ഒരു ആഗ്രഹം മനുഷ്യ മനസ്സുകളിൽ, എല്ലാ മനുഷ്യൻ്റെയും മനസ്സിൽ വ്യത്യസ്ത അളവുകളിലൊക്കെ നൽകിക്കൊണ്ട് രക്ഷകന്റെ വരവിന് വേണ്ടി ലോകത്തെ തന്നെ ദൈവം ഒരുക്കിയിട്ടുണ്ട്. വിശേഷവിധിയ പ്രവാചകന്മാരിലൂടെ ഇസ്രായേൽ ജനത്തെയും ഒരുക്കിയിട്ടുണ്ട്. ഇങ്ങനെ നൂറ്റാണ്ടുകളുടെ കാത്തിരിപ്പിനൊടുവിൽ, അനേകായിരം വർഷങ്ങളുടെ കാത്തിരിപ്പിനൊടുവിൽ ഇത് രക്ഷകൻ പിറക്കുന്നു. ഈ പിറന്ന രക്ഷകന് ചുരുങ്ങിയതൊരു 100 വർഷമെങ്കിലും ഈ ഭൂമിയിൽ ജീവിക്കാമായിരുന്നു. നമുക്ക് വേണമെങ്കിൽ അങ്ങനെ മാനുഷികമായ രീതിയിൽ ചിന്തിച്ചാൽ, കാരണം രക്ഷിക്കാൻ വന്നവനല്ലേ, ഒരു പുതിയ ലോകക്രമം പടുത്തുയർത്താൻ വേണ്ടി വന്നവനല്ലേ, ലോകത്തെ നീതിയിൽ ഭരിക്കാൻ വേണ്ടി വന്നവനല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും കുറച്ചുകൂടെ നാൾ, വെറും 33 വർഷം എന്നൊക്കെ പറയുന്നത് വളരെ ചുരുങ്ങിയ കാലഘട്ടമാണ്. ഒരു 100 വർഷമെങ്കിലും, മിനിമം അത്രയെങ്കിലും ഈശോയ്ക്ക് ഈ ഭൂമിയിൽ വേണമെങ്കിൽ നമുക്ക് ചിന്തിച്ചാൽ തോന്നാവുന്ന കാര്യമാണ്. 100 വർഷമൊക്കെ വേണമെങ്കിൽ ജീവിക്കായിരുന്നു. പഴയ നിയമത്തിലൊക്കെ ബൈബിളിലെ പല കഥാപാത്രങ്ങളും ജീവിച്ച വയസ്സും വർഷമൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. ചിലരൊക്കെ 1000 വർഷം, അതിലേറെ വർഷമൊക്കെ ജീവിച്ചിരുന്നതായി പഴയ നിയമത്തിൻ്റെ വെളിച്ചത്തിൽ നോക്കിയാലും, ബിബ്ലിക്കൽ നമ്പർ നമ്മൾ കണക്കൂട്ടുന്ന നമ്പർ അല്ലെങ്കിൽ തന്നെയും നമുക്ക് ബൈബിളിൽ അങ്ങനെ കാണാൻ സാധിക്കും. എങ്ങനെ ഒത്തിരി വർഷങ്ങൾ ജീവിച്ചിരുന്ന ആൾ, ഇപ്പോൾ 1000 ആദം 950 വയസ്സൊക്കെ ജീവിച്ചു എന്നൊക്കെ നമ്മൾ ബൈബിൾ വായിക്കുന്നുണ്ട്. ഇതുപോലെ കർത്താവിന് വേണമെങ്കിൽ കുറേ വർഷങ്ങൾ, നൂറ്റാണ്ടുകൾ പോട്ടെ, ഒരു 100 വയസ്സ് വരെയെങ്കിലും ഈശോയ്ക്ക് ജീവിക്കാമായിരുന്നു. ഇല്ല, ഈശോ അത്രയൊന്നും ജീവിക്കുന്നില്ല. വെറും 33 വർഷം മാത്രം ഈ ഭൂമിയിൽ ജീവിക്കുന്ന ദൈവപുത്രൻ. അതൊന്നാമത്. രണ്ടാമത്, ഈ 33 വർഷം തന്നെ ദൈവവേല അല്ലെങ്കിൽ ദൈവ ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രഘോഷണം, പിശാചബാധയെ ഒഴിപ്പിക്കൽ, അല്ലെങ്കിൽ സുവിശേഷ വചന സന്ദേശങ്ങൾ, ഈ സുവിശേഷ മൂല്യങ്ങൾ ദൈവജനത്തെ അറിയിക്കൽ, അതുപോലെ ഇങ്ങനെയുള്ള അല്ലെങ്കിൽ രോഗികളെ സുഖപ്പെടുത്തൽ, ഇങ്ങനെയുള്ള ശുശ്രൂഷയ്ക്ക് വേണ്ടി ഈശോ മാറ്റിവെച്ചത് വെറും 3 വർഷം മാത്രമാണ്. വെറും 3 വർഷം. അപ്പോൾ ഈ 30 വർഷം എന്ത് ചെയ്യായിരുന്നു? ഈശോ ഒരുങ്ങുമായിരുന്നു. പ്രാർത്ഥിച്ച് ദൈവഹിതം കണ്ടെത്താനും പിതാവിന് തന്നിലും തന്നിലൂടെ നിറവേറ്റാനുള്ള ദൈവഹിതം കണ്ടെത്താൻ, ഇതാ ശരിയാണ്, ഈശോ ദൈവമാണ്, ദൈവപുത്രനാണ്, എന്നിട്ട് പോലും 30 വർഷങ്ങൾ ഈശോ ഒരുങ്ങുമായിരുന്നു, അല്ലെങ്കിൽ പ്രാർത്ഥിച്ച് പാകപ്പെടുമായിരുന്നു. പ്രാർത്ഥിച്ച് ഈശോ ഒരുങ്ങുകയായിരുന്നു പരസ്യ ജീവിതത്തിന് വേണ്ടി.
3 വർഷത്തെ പരസ്യജീവിതത്തിന് വേണ്ടി 30 വർഷം പ്രാർത്ഥിച്ചൊരുങ്ങിയ ദൈവപുത്രൻ. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ കർത്താവ് പഠിപ്പിക്കുന്നുണ്ട്. 3 വർഷത്തെ പരസ്യജീവിതത്തിന് വേണ്ടി 30 വർഷങ്ങൾ പ്രാർത്ഥിച്ചൊരുങ്ങിയ ദൈവപുത്രൻ. 30 വർഷങ്ങൾ പ്രാർത്ഥിച്ചൊരുങ്ങിയ ദൈവപുത്രൻ. പ്രാർത്ഥനയുടെ പ്രാധാന്യം ഇതിനപ്പുറത്ത് നമ്മൾ എങ്ങനെ വേറെ മനസ്സിലാക്കേണ്ടത്? വീണ്ടും നമ്മൾ കാണുന്നു, ജ്ഞാനസ്നാനം സ്വീകരിച്ച് പിന്നെ നേരെ ഗിരിപ്രഭാഷണത്തിന് വേണ്ടി സുവിശേഷം പ്രസംഗിക്കാൻ വേണ്ടി നേരെ കർത്താവ് മലയുടെ മണ്ടയിലേക്ക് പോവുകയായിരുന്നില്ല. പിന്നെ എന്താ ചെയ്തത്? നേരെ പോയത് മരുഭൂമിയിലേക്കാണ്. 40 ദിനരാത്രങ്ങൾ അവിടെ പ്രാർത്ഥനയിലായിരുന്നു ഈശോ. 40 ദിനരാത്രങ്ങൾ ഈശോ ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കുകയായിരുന്നു. ഈശോ അങ്ങനെ പ്രാർത്ഥിച്ച് ഈശോ പാകപ്പെടുകയായിരുന്നു, ഒരുങ്ങുകയായിരുന്നു. ഇനി നോക്കിക്കോ, വചനത്തിലുടനീളം കാണാം ഈശോ ഓരോ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നതിന് മുമ്പും പ്രാർത്ഥിക്കുന്നു, ആലോചന ചോദിക്കുന്നു, ദൈവപിതാവിൻ്റെ ഹിതം ആരായുന്നു, എന്നിട്ട് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നു. ഇതെല്ലാം ഉപരി യേശു ചെയ്യുന്ന നിർണായക സംഭവങ്ങൾക്കൊക്കെ പുറകില് പ്രാർത്ഥിച്ച് പാകപ്പെടുന്നതായി. ഇപ്പോൾ ഉദാഹരണത്തിന് ഈശോ ശിഷ്യരെ തിരഞ്ഞെടുക്കും. ഈ ലൂക്കായുടെ സുവിശേഷത്തിൽ ഈശോ ശിഷ്യരെ തിരഞ്ഞെടുക്കുന്ന സംഭവം നമ്മൾ വായിക്കുമ്പോൾ, രാത്രി മുഴുവൻ ഈശോ പ്രാർത്ഥനയിൽ ചെലവഴിച്ചതിന് ശേഷമാണ് 12 പേരെ തിരഞ്ഞെടുക്കുന്നത്. രാത്രി മുഴുവൻ പ്രാർത്ഥനയിൽ ചെലവഴിച്ചതിന് ശേഷമാണ് പിറ്റേ ദിവസം 12 പേരെ തിരഞ്ഞെടുക്കുന്നത്. പിന്നെ മത്തായി ശ്ലീഹായുടെ സുവിശേഷത്തിൽ കാണുന്നുണ്ട്, ഈശോ 5 അപ്പം കൊണ്ട് 5000 തീറ്റിപ്പോറ്റിയതിന് ശേഷം സ്വാഭാവികമായും ജനം ഈ പ്രതീക്ഷയോടെ കാത്തിരുന്ന രക്ഷകൻ ഇവൻ തന്നെയാണെന്നൊരു സ്വാഭാവിക നിഗമനത്തിലെത്തി. കാരണം ഇത് അപ്പം വർദ്ധിപ്പിക്കുന്നു. മരുഭൂമിയിൽ പണ്ട് മന്ന വർഷിച്ച, മോശ പ്രവാചകനിലൂടെ മന്ന വർഷിച്ച ദൈവത്തെയൊക്കെ അവർ ഓർക്കാണ്. 5 അപ്പം കൊണ്ട് 5000 തീറ്റിപ്പോറ്റിയ, അതിലേറെ മനുഷ്യരെ തീറ്റിപ്പോറ്റിയ ഒരു വ്യക്തി തങ്ങളുടെ മുൻപിൽ ഇതാ ഉദയം ചെയ്തിരിക്കുന്നു. അപ്പോൾ തീർച്ചയായും ഇത് നമ്മൾ ഇത്രയും നാൾ പ്രതീക്ഷിച്ച വ്യക്തി തന്നെ എന്നുള്ള നിഗമനത്തിൽ ദൈവജനം എത്തുന്നു. ഈശോയെ രാജാവാക്കി വാഴിക്കാൻ എന്തുകൊണ്ടും ഉചിതമായൊരു സാഹചര്യം ഒരുങ്ങി. പക്ഷെ ഈശോ ചെയ്യുന്നത് എന്താ? ജനക്കൂട്ടത്തെ മുഴുവൻ പറഞ്ഞയച്ചു. തുടർന്ന് നമ്മൾ വായിക്കുന്നുണ്ട്, ശിഷ്യരെയും പറഞ്ഞയച്ചു. തനിക്ക് മുൻപേ മറുകരയിൽ എത്താൻ ശിഷ്യരെ നിർബന്ധിക്കുന്ന ഈശോ. നിർബന്ധിച്ചു എന്നാണ് നമ്മൾ വചനത്തിൽ വായിക്കുന്നത്, നിർബന്ധിക്കുക. എന്നിട്ട് അവൻ ഏകാന്തതയിൽ പ്രാർത്ഥിക്കാൻ മലമുകളിലേക്ക് കയറിയെന്നു. പ്രിയപ്പെട്ടവരെ, ശിഷ്യരെ മുഴുവനും പറഞ്ഞു വിട്ട്, ജനക്കൂട്ടത്തെ മുഴുവനും പറഞ്ഞു വിട്ടു, ശിഷ്യരെ മുഴുവനും പറഞ്ഞയച്ചു. എന്നിട്ട് മലയുടെ മുകളിൽ ഏകാന്തതയിൽ പ്രാർത്ഥിക്കാൻ പോകുന്ന ഈശോ. എന്ന് വെച്ചാൽ ഈശോ ദൈവപിതാവിൻ്റെ കൂടെ രാത്രി മുഴുവനും, രാത്രിയുടെ 4-ാം യാമം വരെ ഈശോ അവിടെ ആയിരുന്നു എന്ന് നമുക്ക് വചനത്തിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പ്രിയപ്പെട്ടവരെ, എന്തും ചെയ്യുന്നതിന് മുമ്പും എന്തും ചെയ്തു കഴിഞ്ഞിട്ടും യേശു ചെയ്യുന്നൊരു കാര്യം ഇതാണ്: പ്രാർത്ഥിക്കുക, പിന്നെയും പ്രാർത്ഥിക്കുക. ഈശോ ഇത് വെറുതെ വാക്കുകൊണ്ട്, ഭഗ്നാശരാകാതെ നിരന്തരം പ്രാർത്ഥിക്കുക എന്ന് കാണിച്ചുകൊണ്ട് അവനൊരു ഉപമ പറഞ്ഞു. അല്ലെങ്കിൽ നിരന്തരം പ്രാർത്ഥിക്കണം, ചോദിക്കും നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിക്കും നിങ്ങൾ കണ്ടെത്തും, മുട്ടും നിങ്ങൾക്ക് തുറന്നു കിട്ടും. മകൻ അപ്പം ചോദിച്ചാൽ ഏതെങ്കിലും പിതാവ് പാമ്പിനെ കൊടുക്കുമോ? മകൻ മീൻ ചോദിച്ചാൽ ഏതെങ്കിലും പിതാവ് കല്ലിനെ കൊടുക്കുമോ? ഇങ്ങനെയൊക്കെ പറഞ്ഞ് പ്രാർത്ഥനയുടെ പ്രാധാന്യം ഈശോ ഒരുപാട് പഠിപ്പിക്കുന്നുണ്ട്. കേവലം വാക്കുകൊണ്ട് പഠിപ്പിക്കുകയല്ല, ഈശോ തൻ്റെ ജീവിതം കൊണ്ട് കാണിച്ചു തന്ന കാര്യമാണ്. സുവിശേഷത്തിലെ യേശു പ്രാർത്ഥനയുടെ മനുഷ്യനാണ്. യേശുവിനെ പ്രാർത്ഥിക്കുന്ന വ്യക്തിത്വമാണ്. എന്ന് വെച്ചാൽ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഈശോയെ സംബന്ധിച്ചിടത്തോളം പിതാവിനോടൊപ്പം ആയിരിക്കുക, പിതാവിൻ്റെ ഹിതം അന്വേഷിക്കുക, പിതാവിൻ്റെ ഹിതം മാത്രം, അത് മുഴുവൻ, അതൊരു കടുകുമണിയുടെ വ്യത്യാസമില്ലാതെ ദൈവപിതാവിൻ്റെ ഹിതം ഇങ്ങനെ മനസ്സിലാക്കി സ്വാംശീകരിച്ച് ജീവിതത്തിലേക്ക് പ്രാവർത്തികമാക്കി. ഈ ഒരൊറ്റ ലക്ഷ്യവുമായി ഈശോ മുഴുവൻ സമയവും പ്രാർത്ഥനയിലായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. പ്രിയപ്പെട്ടവർ, വീണ്ടും ഗെത്സമേനിയിൽ കാണുന്നു, ഈശോ ഗെത്സമേനിയിൽ രക്തം വിയർത്ത് പ്രാർത്ഥിക്കുകയാണ്. ശിഷ്യന്മാരൊക്കെ സുഖമായിട്ട് കിടന്നുറങ്ങുമ്പോൾ ഈശോ വന്ന് അവരോട് പറയുന്നുണ്ട്, ആത്മാവ് സന്നദ്ധമാണ്, പക്ഷെ ശരീരം ബലഹീനമാണ്. അതുകൊണ്ട് പ്രലോഭനങ്ങളിൽ ഉൾപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിൻ. വ്യക്തമായിട്ട് പറയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് വളരെ വ്യക്തമാണ്, ഈ പ്രലോഭനങ്ങളെ അതിജീവിക്കാൻ പ്രാർത്ഥന തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം. പ്രലോഭനങ്ങളിൽ ഉൾപ്പെടാതിരിക്കും, ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിൻ. ഇതാണ് ഈശോ ശിഷ്യരോട് പറയുന്നത്. ഈശോയ്ക്ക് പിറ്റേ ദിവസം കുരിശ് ചുമക്കാൻ സാധിച്ചത് തലേന്ന് പ്രാർത്ഥിച്ച് പാകപ്പെട്ടത് കൊണ്ട് തന്നെയാണ്. പ്രാർത്ഥിച്ച് തന്നെ പാകപ്പെടുത്തി. പ്രിയപ്പെട്ടവരെ, അപ്പോൾ യേശുവിൻ്റെ ജീവിതം പ്രാർത്ഥനയുടെ ജീവിതമാണ്. പിശാചിനെ, പരീക്ഷണങ്ങളെ, പ്രലോഭനങ്ങളെ അതിജീവിക്കാൻ ഏറ്റവും ശക്തമായ കാര്യം പ്രാർത്ഥന തന്നെയാണ്. ഒരുപാട് ജോലിയുണ്ട്, ഒരുപാട് തിരക്കുണ്ട്, ഒരുപാട് ശുശ്രൂഷയുണ്ട്, ഒരുപാട് അത് ചെയ്യാനുണ്ട്, ഇത് ചെയ്യാനുണ്ട്, അതുകൊണ്ട് പ്രാർത്ഥിക്കാൻ നേരമില്ലെന്ന് ഒരിക്കലും പറഞ്ഞേക്കരുത്. നീ ശുശ്രൂഷ ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ കൂടുതൽ പ്രാർത്ഥിക്കണം. നീ ശുശ്രൂഷ ചെയ്യുന്ന വ്യക്തിയാണോ, നീ കൂടുതൽ പ്രാർത്ഥിക്കണം.
എൻ്റെ അടുത്ത് ഒരിക്കലും ഒരു സഹോദരി വന്ന് പറഞ്ഞൊരു കാര്യമോ, ആങ്ങളയ്ക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം എന്ന് വെച്ചാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? കുഴപ്പമൊന്നുമില്ല വെച്ചാൽ, നല്ല മനുഷ്യനാണ്, വികാരിയച്ഛൻ്റെ വലങ്കൈയാണ്, കൈക്കാരനാണ്, കാറ്റഗീസ് എടുക്കുന്ന അധ്യാപകനാണ്, പിന്നെ അങ്ങനെ ഒത്തിരി നല്ല നല്ല കാര്യങ്ങൾ, പള്ളിയുമായിട്ട് അഭേദ്യ ബന്ധം, ദുശീലങ്ങൾ വേറെ അങ്ങനെ ദുശീലങ്ങളൊന്നുമില്ല. അപ്പോൾ പിന്നെ എന്തിനാ പ്രാർത്ഥിക്കാൻ പറഞ്ഞ കാര്യം? അച്ഛാ കുടുംബ പ്രാർത്ഥന ചൊല്ലാൻ വരത്തില്ല, കുടുംബ പ്രാർത്ഥന ചൊല്ലില്ല, കുർബാന നമുക്ക് അറിഞ്ഞുകൂടാ, പള്ളിയിലൊക്കെ പോകുന്നുണ്ട്, പക്ഷേ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് നടക്കണോണ്ട് കുർബാന ഉണ്ടോയെന്ന് അറിയില്ല. ഞാൻ ആ ചേച്ചിയോട് മറുപടി പറഞ്ഞില്ലെങ്കിലും ഉള്ളിൽ തോന്നിയ കാര്യം നിങ്ങളോട് പറയാം. അദ്ദേഹം ശുശ്രൂഷ നിർത്തുകയാണ് നല്ലത്. വികാരിയച്ഛൻ്റെ വലങ്കയും ആകേണ്ട, ഇടങ്കയും ആകേണ്ട, കൈക്കാരനും ആകേണ്ട, കേറ്റസും പഠിപ്പിക്കേണ്ട. കാരണം ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ, ഇത്തരം കാര്യങ്ങൾ വളരെ നല്ല കാര്യം, ഏറ്റവും നല്ല കാര്യം, പക്ഷെ ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് കൂടുതൽ പ്രാർത്ഥിക്കേണ്ടത്. അല്ലെങ്കിൽ അടി ഉറപ്പാണ്, പിശാചിൽ നിന്ന് ഉപദ്രവം നമ്മൾ നേരിടേണ്ടി വരും. കാരണം ഈ ശുശ്രൂഷയിലായിരിക്കുന്നവരാണ് ഏറ്റവും യുദ്ധഭൂമിയിലെ ഡേഞ്ചർ സോണിൽ നിൽക്കുന്നവർ, അല്ലെങ്കിൽ ഏറ്റവും അപകടകരമായ മേഖലയിൽ നിൽക്കുന്നവർ. ശുശ്രൂഷയിൽ ദൈവവേലയിൽ വ്യാപൃതരായിരിക്കുന്ന വ്യക്തിയാണോ അവരാണ് പിശാചുമായിട്ട് നേരിട്ട് നേർക്കുനേർന്ന് യുദ്ധം ചെയ്യുന്നത്. സ്വാഭാവികമായും ആത്മീയ ആയുധങ്ങളില്ലെങ്കിൽ, പ്രാർത്ഥന ഇല്ലെങ്കിൽ വെട്ടുകിട്ടുമെന്നുള്ളത് ഒരു സംശയമില്ലാത്ത കാര്യം. ഇടിയും കുത്തും ചവിട്ടും ഒക്കെ 4 പാടുമെന്ന്. ഒരുപക്ഷെ ആ വ്യക്തിക്ക് തന്നെയാകാം, കുടുംബത്തിനാകാം, ഏതെങ്കിലും രീതിയിലൊക്കെ പ്രതിസന്ധിയായ പ്രശ്നമായി അത് മാറും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാനീ പറഞ്ഞത് കേട്ട് തെറ്റിദ്ധരിക്കരുത്. ശുശ്രൂഷ ചെയ്യേണ്ടെന്നോ, പള്ളിയിൽ കാറ്റഗീസം പഠിപ്പിക്കേണ്ടെന്നോ, കൈക്കാരനാകണ്ടെന്നോ അല്ലേ പറഞ്ഞതിൻ്റെ അർത്ഥം. ഇതൊക്കെ വേണം, അങ്ങനെയുള്ളവരാണ് കൂടുതൽ പ്രാർത്ഥിക്കേണ്ടത്. അല്ലെങ്കിൽ നമ്മൾ ദൈവവേലയിൽ ഏർപ്പെടുമ്പോൾ സ്വാഭാവികമായും പിശാച് വെറുതെ ഇരിക്കില്ല, അവൻ നമ്മൾ ഉപദ്രവിക്കാൻ ശ്രമിക്കും. ഏറ്റവും അടുത്ത് യുദ്ധം ചെയ്യുന്നവരെന്ന നിലയ്ക്ക് കൂടുതൽ ഉപദ്രവങ്ങൾ നേരിടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നീ എത്ര മണിക്കൂർ ശുശ്രൂഷ ചെയ്യുന്നു, അതിൻ്റെ ഇരട്ടി സമയം പ്രാർത്ഥിക്കാൻ കണ്ടെത്തണം. ഈശോയാണ് മാതൃക. ഇരട്ടി സമയം പ്രാർത്ഥിക്കാൻ നീ കണ്ടെത്തണം. പിന്നെ ഈശോയിൽ നിന്ന് മറ്റ് 2 മാർഗങ്ങളാണ്. ഒന്ന് വചനം, അതുപോലെ അടുത്ത മാർഗമാണ് ഉപവാസവും വചനവും. ഉപവാസം എടുത്ത് പ്രാർത്ഥിച്ച് ഈശോ ഈ തിന്മകളെ, അല്ലെങ്കിൽ പിശാചിൻ്റെ പ്രലോഭനങ്ങളെ അതിജീവിച്ചു. പിന്നെ ഉപവാസ ദിവസങ്ങളിൽ യേശുവിന് പ്രലോഭനം നേരിടേണ്ടി വന്നു, ഉപവാസത്തിന് ശേഷവും നേരിടേണ്ടി വന്നു. പക്ഷേ അതിനൊക്കെ അതിജീവിക്കാനുള്ള കരുത്ത് ഉപവാസത്തിലൂടെ നേടിയെടുത്തു. നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് പറ്റുന്ന പോലെയൊക്കെ ഉപവാസം എടുക്കണം, നല്ലതാണ്. അതുപോലെ നൊയമ്പൊക്കെ ആചരിക്കുന്നത് തീർച്ചയായിട്ടും ശരീരത്തിൻ്റെ അധമവാസനകളെ അതിജീവിക്കാൻ നമ്മളെ സഹായിക്കും. 3-ാമത്തെ കാര്യമാണ് വചനം. അതാണ് ഏറ്റവും വലിയ ആയുധമായി എടുത്ത് ഉപയോഗിക്കുക. ശരിക്കും ഈശോ തന്നെ ഇവിടെ പിശാചിനെ ബഹിഷ്കരിക്കുന്നത് അല്ലെങ്കിൽ നിർവീര്യമാക്കുന്നത് വചനം ഉപയോഗിച്ച് തന്നെയാണ്. വചനം ഉപയോഗിച്ചാണ് പിശാച് വന്ന് ഈശോയെ പ്രലോഭിപ്പിക്കുന്നത്. അതേ വചനം തന്നെ തിരിച്ചു പറഞ്ഞുകൊണ്ട് ഈശോ ഇതാ പിശാചിനെ പ്രവർത്തനങ്ങൾ നിർവീര്യമാക്കുന്നു. നമുക്കിത് പൗലോസ്ലീഹയുടെ വാക്കുകളിൽ നിന്ന് വ്യക്തമാണ്. എഫെസോസുകാർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, അത് നിങ്ങൾ എല്ലാ ആത്മീയ ആയുധങ്ങളും, ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിക്കും. എന്നിട്ട് കുറേ ആയുധങ്ങൾ പറയുന്നു. രക്ഷയുടെ പടത്തുപ്പി അണിയുക, അതുപോലെ വിശ്വാസത്തിൻ്റെ പരിചയം എടുക്കുക, നീതിയുടെ കവചം ധരിക്കുക, അതുപോലെ സമാധാനത്തിൻ്റെ പാദരക്ഷ അണിയുക, സത്യം കൊണ്ട് അരമുറുക്കുക. ഇതൊക്കെ പ്രതിരോധ ആയുധങ്ങളാണ്. എന്നാൽ അങ്ങോട്ട് കയറി ആക്രമിക്കാൻ ഒരു ആയുധത്തെക്കുറിച്ച് പറയുന്നു. ആ ആയുധമാണ് വചനം. ആത്മാവിൻ്റെ വചനമാകുന്ന വാളെടുക്കുക, ദൈവവചനമാകുന്ന ആത്മാവിൻ്റെ വാളെടുക്കുക. അത് അങ്ങോട്ട് കയറി ആക്രമിക്കാനുള്ളതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈശോ നൽകുന്ന ഈ 3 മാർഗങ്ങൾ ജീവിതത്തിൽ സ്വീകരിച്ച് പൈശാചിക പ്രലോഭനങ്ങളെ, പരീക്ഷണങ്ങളെ നിർവീര്യമാക്കി ജീവിതത്തെ നമുക്ക് ക്രമപ്പെടുത്താം, വിശുദ്ധീകരിക്കാം. ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.